നെക്സ്റ്റ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഇൻ്റർഫറൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഓൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റ് ഡാർക്ക് ആയിട്ടുള്ള റീജിയൻസ് കിട്ടും. എപ്പോഴാണ്? വെൻ ദർ ആർ ടു കൊഹിറൻറ്റ് സോഴ്സസ്. ഒരേ നേച്ചറുള്ള രണ്ട് ലൈറ്റ് വേവ്സ് എമിറ്റ് ചെയ്യുന്ന രണ്ട് സോഴ്സുകളുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും ഇൻ്റർഫറൻസുകൾ കിട്ടുമെന്ന് നമുക്കറിയാം. അതായത് ബ്രൈറ്റ്നെസ്, ഡാർക്ക്നെസ്, അങ്ങനെ വരുന്ന രണ്ട് റീജിയൻസ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ രണ്ട് കൊഹിറൻറ്റ് സോഴ്സുകൾ കിട്ടണം. കൊഹിറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സോഴ്സും മോണോക്രോമാറ്റിക്, സെയിം കളറ്, സെയിം വേവ് ലെങ്ത്ത്, സെയിം ഫ്രീക്വൻസി, എല്ലാം സെയിം ആയിട്ടുള്ള ലൈറ്റ് വേവ്സ് എമിറ്റ് ചെയ്യുന്ന സോഴ്സസ്, അതാണ് കൊഹിറൻറ്റ് സോഴ്സസ്. അത് നമുക്ക് ആദ്യം വേണം. നമ്മൾ ഒരേപോലത്തെ രണ്ട് ബൾബ് വാങ്ങിച്ചാലൊന്നും അതത്ര കറക്റ്റ് കൊഹിറൻ്റ് ആവില്ല. എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ വരും, ഉറപ്പാണ്. ഇവിടെ വരുന്ന ലൈറ്റിനേക്കാളും എന്തെങ്കിലും ഒരു ചെറിയൊരു വേരിയേഷൻ ഇവിടെ വന്നിരിക്കും. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി മാച്ചിങ് ആയിരിക്കണം. ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയായിരിക്കണം ഇവിടെ. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സോഴ്സുകൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും കൊഹിറൻറ്റ് അച്ചീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ട് കൊഹിറൻറ്റ് സോഴ്സുകൾ നമുക്ക് ആദ്യം വേണം ഇൻ്റർഫറൻസ് കിട്ടാൻ. അതിനൊരു വഴിയുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. പിക്ചർ നോക്കാം. ആദ്യം തന്നെ ഒരു സിംഗിൾ സോഴ്സ് എൻ്റെ കയ്യിലുണ്ട്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന മോണോക്രോമാറ്റിക്, ഒരു പർട്ടിക്കുലർ കളറ് ഉള്ള പർട്ടിക്കുലർ വേവ് ലെങ്ത്ത് ഉള്ള ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ സോഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്, ചെറിയൊരു ഓപ്പണിംഗ് വെച്ചിട്ടുണ്ട്. ആ ഓപ്പണിങ്ങിൽ കൂടിയാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്, ഇതിൽ കൂടി പുറത്തോട്ട് പോകുന്നത്. ഞാൻ എസ് എന്ന് പേര് കൊടുത്തു. എസ്, സ്ലിറ്റ് എന്നുള്ള ഷോർട്ട് ഫോമാണ് സ്ലിറ്റ്, ദാറ്റ് ഈസ് ഓപ്പണിംഗ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ ഓപ്പണിങ്ങിൽ കൂടി അപ്പുറത്തോട്ട് കിടക്കും. വേറൊരു കാർഡ്ബോർഡിൻ്റെ ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്, ഒരു എന്തെങ്കിലും കുറച്ച് ഡിസ്റ്റൻസ് അകലെയായിട്ട്. ഇവിടെ രണ്ട് ഓപ്പണിങ്സ് ഉണ്ട്. ഈ എസ് കറക്റ്റ് ഇത് രണ്ടിൻ്റെ മിഡിലാവുന്ന രീതിയിൽ, അതായത് എസ് സിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം എസ് സിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. ആ രീതിയിൽ രണ്ട് വളരെ ചെറിയ ഓപ്പണിങ്, എ ഫ്യൂ മില്ലിമീറ്റർ, അത്രയേ ഉള്ളൂ, അത്രയ്ക്ക് ചെറിയ ഓപ്പണിംഗ് ആണ്. S1 ആൻഡ് S2 രണ്ട് ഓപ്പണിങ്സ് ഉണ്ട്. എസ് സിന്ന് ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് S1 നിന്ന് ഒരു ഡോട്ട് ലൈൻ പോയി കഴിഞ്ഞാൽ അത് S1-ൻ്റെയും S2-ൻ്റെയും മിഡിൽ പോയിൻ്റിൽ കൂടി ആയിരിക്കണം പോവുക, ആ രീതിയിൽ. അപ്പോൾ നൗ S1 നിന്നും S2 നിന്നും രണ്ട് ലൈറ്റ് വേവ്സ് പുറത്തോട്ട് പോകുമല്ലോ. എസ് സിന്ന് വരുന്ന ലൈറ്റ് S1-യും S2 കൂടിയും കടന്നു പോകുമ്പോൾ S1 ആൻഡ് S2 എന്ന് പറഞ്ഞ രണ്ട് ഓപ്പണിങ്സ് രണ്ട് ലൈറ്റിൻ്റെ സോഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. കാരണം S1 നിന്നുള്ള ലൈറ്റ് അപ്പുറത്തോട്ട് കിടക്കുന്നുണ്ട്, S2 നിന്നുള്ള ലൈറ്റും അപ്പുറത്തോട്ട് കിടക്കുന്നുണ്ട്. ഈ രണ്ട് സോഴ്സും ഓപ്പണിങ്സും S1-ഉം S2-ഉം കൊഹിറൻറ്റ് സോഴ്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? S1 നിന്നും S1 ആൻഡ് S2-ലോട്ട് വരുന്ന ലൈറ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങിൽ നിന്ന് വന്നതാണ്. അപ്പോൾ S1-ൻ്റെ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ വന്നാൽ ഉടനെ തന്നെ S2-ലും സൈമൾട്ടേനിയസ്ലി വേരി ചെയ്തോളും. S1-ലും S2-ലും എത്തുന്ന ലൈറ്റ് ഐഡൻറ്റിക്കലാണ്. അപ്പോൾ S1 ആൻഡ് S2 ഈ രണ്ട് ഓപ്പണിങ്ങിൽ നിന്ന് വരുന്ന രണ്ട് ലൈറ്റും എന്താണ് സെയിം പ്രോപ്പർട്ടിയാണുള്ളത്. ഓക്കെ, അപ്പോൾ S1 ആൻഡ് S2 എന്ന് വരുന്ന ലൈറ്റ് പുറത്തോട്ട് പോകുന്നുണ്ടല്ലോ. S1 ആൻഡ് S2 ആക്ട് ലൈക്ക് എ കൊഹിറൻറ്റ് സോഴ്സ്. ഓക്കെ, ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഈ രണ്ട് ഓപ്പണിങ്ങിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. സപ്പോസ് ഇറ്റ് ഈസ് D, ഞാൻ സ്മോൾ ലെറ്റർ D എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. ഇവിടെ ഞാൻ കുറച്ച് അകലെയായിട്ട്, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ നമുക്ക് ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയാണ്, ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്ക്രീൻ വെച്ചു. ഇതിനെല്ലാത്തിനും പാരലായിട്ട് ഞാനിവിടെ സ്ക്രീൻ വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു പാറ്റേൺ ഓഫ് നമുക്ക് എന്ത് കിട്ടും? സപ്പോസ് ഈ ഡിസ്റ്റൻസ്, ഈ രണ്ട് സ്ലിറ്റില്ലേ, ഡബിൾ സ്ലിറ്റ്, ഈ രണ്ട് സ്ലിറ്റിനിടയ്ക്ക്, ഈ രണ്ട് സ്ലിറ്റിനും പിന്നെ ഈ സ്ക്രീനും
ഇത് സ്ക്രീനാണ്. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ ക്യാപിറ്റൽ ഡി എന്ന് ഡിനോട്ട് ചെയ്യാണ്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡബിൾ സ്ലിറ്റിനും സ്ക്രീനിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ലിറ്റിനിടയ്ക്കുള്ള ഗ്യാപ്പാണ്. അപ്പോൾ S1 നിന്ന് വരുന്ന ലൈറ്റും S2 നിന്ന് വരുന്ന ലൈറ്റും ഈ സ്ക്രീനിൽ മെർജ് ആവുമ്പോൾ ചില സ്ഥലങ്ങളിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ചില സ്ഥലങ്ങളിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും വരും. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈറ്റിൻ്റെ അവിടെ ഒരു ഹൊറിസോണ്ടൽ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ബ്രൈറ്റ് ഇത് കിട്ടും, ഫ്രിഞ്ചസ്, അതായത് ബ്രൈറ്റ് റീജിയൻ കിട്ടും. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള വൈറ്റ് റീജിയൻ, വൈറ്റ് ഫ്രിഞ്ചസ് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഒരു വൈറ്റ് റീജിയൻ നമുക്ക് കിട്ടും. അതിൻ്റെ സ്വല്പം മുകളിലായിട്ട് അതേ വിഡ്ത്തിലുള്ളൊരു ഡാർക്ക് റീജിയൻ കിട്ടും. അതിൻ്റെ മുകളിൽ അതേ തന്നെ വിഡ്ത്ത് ഉള്ള ലൈറ്റ്, ഡാർക്ക്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടും. ആ വൈറ്റ് റെപ്രസെൻറ്റ്സ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഒരു 4 ഇരട്ടി ഇൻറ്റൻസിറ്റി, ഈ സോഴ്സിൻ്റെ 4 ഇരട്ടി ഇൻറ്റൻസിറ്റി ഉണ്ടാവും ഈ വൈറ്റ് റീജിയനിൽ. നല്ല ബ്രൈറ്റാണ്. പക്ഷെ അതിൻ്റെ താഴെ എന്താണ്, ഡാർക്കാണ്, ഓൾവേസ് ഡാർക്ക്. ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. വി ഗെറ്റ് എ ഇൻ്റർഫറൻസ് പാറ്റേൺ ഓൺ ദ സ്ക്രീൻ. ഇവിടെ കുറച്ച് ഫോർമുല ഉണ്ട്, ആ ഫോർമുല ബൈ ഹാർട്ടാക്കുക. അതിൻ്റെ പ്രൂഫായിട്ടില്ല, പ്രൂഫ് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് പ്രൂഫ് നമുക്ക് വേണ്ട, ഫോർമുലയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഓരോ ടേംസുകൾ അറിഞ്ഞിരിക്കുക. ഇതിലോരോ ടേംസുകളുണ്ട്. ഈ സെൻട്രൽ റീജിയൻ ഇല്ലേ, ഇതെന്താണ്, ദിസ് ഈസ് ദ സെൻട്രൽ റീജിയൻ. അതായത് ഇതിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ഹൊറിസോണ്ടൽ റേ എത്തുന്ന റീജിയൻ, ഇതാണ് നമ്മളെ സെൻട്രൽ റീജിയൻ ഈ കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത വൈറ്റിന് നമുക്ക് ഫസ്റ്റ് വൈറ്റ് ഫ്രിഞ്ചസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സെൻട്രൽ റീജിയൻ കഴിഞ്ഞ് വരുന്ന വൈറ്റ് ഇല്ലേ, നമുക്കതിനെ ഫസ്റ്റ് വൈറ്റ് ഫ്രിഞ്ചസ്. അത് കഴിഞ്ഞ് വരുന്ന വൈറ്റ് സെക്കൻഡ് വൈറ്റ് ഫ്രിഞ്ച്. അത് കഴിഞ്ഞിട്ട് തേർഡ് വരുന്ന ആൾ തേർഡ് വൈറ്റ് ഫ്രിഞ്ച്, അങ്ങനെ വിളിക്കാം. ഇതേപോലെ താഴേക്കും വരും, ഫസ്റ്റ് വൈറ്റ് ഫ്രിഞ്ച് ഡൗൺവേർഡ് അല്ലേ, സെക്കൻഡ് തേർഡ് താഴേക്കും പോകുന്നുണ്ട്. ഓക്കെ, വിഡ്ത്തെല്ലാം സെയിം ആണ്. അപ്പോൾ ഒരു ലെറ്റർ പരിചയപ്പെടാം. ഈ സെൻട്രൽ റീജിയനിൽ നിന്ന് ഫസ്റ്റത്തെ വൈറ്റ് ഫ്രിഞ്ച് ഇല്ലേ, വൈറ്റ് റീജിയൻ ഇല്ലേ, അതിനിടയ്ക്ക് വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, സെൻട്രിൽ നിന്ന് ഫസ്റ്റ് വൈറ്റ് ഇല്ലേ, അവിടെ വരുന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് x1 എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. x1 indicate that the distance from the first white fringe from the central bright. അതുപോലെ second white fringe from the central white region denoted by x2. ഇത് x2 ആണ് അല്ലേ, സെക്കൻഡ് വൈറ്റ് ഫ്രിഞ്ച്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് x3. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുപോലെ x4 x5 അങ്ങനെയുണ്ട്, എല്ലാം ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുലയുണ്ട്. സെൻട്രൽ റീജിയനിൽ നിന്ന് ഓരോ വൈറ്റ് ഫ്രിഞ്ചസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, അതായത് x1 x2 x3 എക്സിട്ര, അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. xn ഈസ് ഈക്വൽ ടു ബൈ ഹാർട്ടാക്ക, പ്രൂഫ് വേണ്ട, പഠിച്ചു വെച്ചാൽ മതി, n ഇൻറ്റു ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ലെറ്റർ ഡി. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് x1 x2 x3 എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ x1 ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, x1 ആണ് കാണേണ്ടതെങ്കിൽ n-ന് 1 കൊടുത്താൽ മതി അല്ലേ. n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് x1. അപ്പോൾ 1 ലാംഡ ഡി ബൈ ഡി കിട്ടും. x2 വേണം, ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സെൻട്രൽ റീജിയനിൽ നിന്ന് സെക്കൻഡ് വൈറ്റ് ഫ്രിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ n-ന് 2 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ n ഒരു ഇൻറ്റിജറാണ്. n ടേക്സ് ദ വാല്യൂസ് 1 2 3 4 എക്സിട്ര. താഴേക്കുണ്ട്, ഞാനത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യുന്നില്ല, താഴേക്ക് പോകുന്നതും ഇതേപോലെ തന്നെയാണ്. ദിസ് ഈസ് ഫോർ കൺസ്ട്രക്റ്റീവ്. ഓക്കെ, ദിസ് ഈസ് ഫോർ കൺസ്ട്രക്റ്റീവ് ആണ്, ബ്രൈറ്റ് ആണ് കേട്ടോ, ബ്രൈറ്റ്. ഇനി ഡിസ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡാർക്ക് റീജിയൻ, സെക്കൻഡ് ഡാർക്ക് റീജിയൻ, അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിലോ അതിന് നമുക്ക് വേറെ ലെറ്റർ എങ്ങാനും ഉപയോഗിച്ചാലോ അല്ലേ. വേറെ ലെറ്റർ നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ ഉപയോഗിച്ചോ, XN ഡാഷ് എന്നോ അല്ലെങ്കിൽ YN എന്നോ എന്തെങ്കിലും പേര് കൊടുക്കാം. ഇത് ഡാർക്ക് റീജിയൻ ആണ്, മനസ്സിലായല്ലോ.
സെൻട്രൽ റീജിയനിൽ നിന്ന് ഫസ്റ്റത്തെ ഡാർക്ക് റീജിയൻ വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ സെക്കൻഡ് ഡാർക്ക് റീജിയൻ എന്ന് പറഞ്ഞാൽ സെൻട്രിൽ നിന്ന് ആ സെക്കൻഡ് ഫ്രിഞ്ച് ഡാർക്ക് ഫ്രിഞ്ചില്ലേ അവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എക്സ് എൻ ഡാഷ് ഞാൻ എന്തെങ്കിലും ഒരു ലെറ്റർ ഡിനോട്ട് ചെയ്തെന്ന് മാത്രം. ദിസ് ഈസ് ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരുമ്പോൾ അത് സെൻട്രിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഫോർ ഡാർക്ക് റീജിയൻ ചെറിയൊരു വ്യത്യാസം, അവിടെ എന്നിന് പകരം ഇവിടെ n പ്ലസ് ഹാഫ് എഴുതാം. പ്രൂഫായിട്ട് വേണ്ട n പ്ലസ് ഹാഫ് ലാംഡ ഡി ബൈ ഡി, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. അപ്പോൾ സെൻട്രിൽ നിന്ന് ആദ്യത്തെ ഡാർക്ക് വരെയുള്ള ഡിസ്റ്റൻസ് മനസ്സിലായില്ലേ? ഡാർക്കിൻ്റെ മിഡിലാണ് ഉദ്ദേശിച്ചത്. സെൻട്രൽ ബ്രൈറ്റിൽ നിന്ന് ഇവിടെ ആദ്യത്തെ ഡാർക്കിൻ്റെ മിഡിൽ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഈ സെക്കൻഡ് ഫോർമുല വേണം ഉപയോഗിക്കാൻ. ഇവിടെ എന്നിന് 0 കൊടുക്കണം കേട്ടോ. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ എന്നിന് 0 1 2 3 എക്സെട്ര കൊടുക്കണം. നമുക്കപ്പോൾ ഓരോന്നും കിട്ടും. എന്നിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തത് കിട്ടും, എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് 1 കിട്ടും. അപ്പോൾ ഇത് ബൈ ഹാർട്ടാക്കിയാൽ മതി. n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ ഡി ബൈ ഡി, അത് പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, അത് പഠിച്ചു വെച്ചാൽ മതി. സോ എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ സെൻട്രൽ റീജിയനിൽ നിന്ന് ഓരോരോ ഡാർക്ക് റീജിയൻ വരെയുള്ള ഡിസ്റ്റൻസുകൾ കിട്ടും. ഓക്കെ.